ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ്. എൻ്റെ ഈ കൊച്ചു സന്തോഷം ഞാൻ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, ഞാൻ ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന എൻ്റെ യൂണിഫോം എത്തി. ആക്ച്വലി കുറച്ച് ഡിലേ ആയിട്ടാണ് യൂണിഫോം വന്നിട്ടുണ്ടായിരുന്നത്. നോർമലി അവിടെ എല്ലാവർക്കും 1 മന്ത് കൊണ്ട് തന്നെ യൂണിഫോം കിട്ടാറുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് കുറച്ചധികം ഡിലേ ആയിട്ടാണ് വന്നത്. പിന്നെ ഇത് എയർപോർട്ടിൽ വന്നതിന് ശേഷം അവിടെ നിന്ന് കളക്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി എൻ്റെ യൂണിഫോം എത്തി. സോ ഞാൻ ഇട്ടൊന്നും നോക്കിയിട്ടില്ല. അതിന് മുന്നേ ഞാൻ ഇത് ഒരു അൺബോക്സിങ് വീഡിയോ പോലെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ഓൾറെഡി അൺബോക്സിംഗ് ഒക്കെ ചെയ്തതാണ്. കാര്യം ഓഫീസിൽ ഇത് വന്നപ്പോൾ തന്നെ കാർട്ടൺ ബോക്സിനകത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്കത് വീട്ടിലേക്ക് അങ്ങനെ കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പെട്ടിയൊക്കെ തുറന്ന് ഒരു കവറിനകത്തേക്ക് ആക്കിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. യൂണിഫോം എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ചെറിയ ഇതാണെന്നൊന്നും വിചാരിക്കരുത്. ഞാൻ കാണിച്ചു തരാം. ഇത്രയും ഉണ്ട് എൻ്റെ യൂണിഫോം എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്താണ് ഇതിനു വേണ്ടി ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. വെയ്ക്കരോ. സോ നമുക്ക് ആദ്യം ഇതിൽ നിന്ന് ഓരോ സാധനങ്ങളായിട്ട് പുറത്തോട്ടെടുക്കാം. ഫസ്റ്റ് ആദ്യം തന്നെ എൻ്റെ ഷൂ ആണ് ഇരിക്കുന്നത്. അപ്പം അതന്നെ ആദ്യമേ കാണിച്ചേക്കാം. ഇത് ഞങ്ങളുടെ ഷൂ ആണ്. അതായത് ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അയാട്ടയുടെ ഒക്കെ ഒരു എംബ്ലം കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഇത് സ്കൈ പ്രോയിൻ്റെ ഷൂ ആണ്. ഓക്കെ, പിന്നെ ഇത് ഞാൻ ബെൽറ്റ് ഇതിനകത്ത് വെച്ചേ ഉള്ളൂ കേട്ടോ. ഇത് ഞങ്ങളുടെ ബെൽറ്റാണ്. അത് 2 പെയർ വരുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാം ഒരു ഓറഞ്ച് ആൻഡ് ബ്ലൂ കളറാണ് കോമ്പിനേഷൻ. ഫ്ലൈ ദുബായുടെ എയർലൈൻസിൻ്റെ ആ ഒരു കോമ്പിനേഷനിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗൈഡ് ലൈൻസ്, ഈ ഷൂ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ള ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇതൊക്കെ ഞാൻ ഓൾറെഡി ഇട്ട് നോക്കിയായിരുന്നു കേട്ടോ. എനിക്ക് ആക്ച്വലി കുറച്ച് ടൈറ്റാണ്. ഞാൻ എടുത്തിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് 34 ആണ്. എനിക്ക് എൻ്റെ കാല് ഭയങ്കര കുഞ്ഞാണ്. നല്ല ഹീലൊക്കെ വരുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇട്ട് യൂസ്ഡ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാര്യം നമ്മൾ പുതുതായിട്ടൊരു ചെരുപ്പിടുമ്പോൾ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ അടുത്ത ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഗേൾസിന് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. യെസ്, ബാഗ്. ഇത് നമുക്ക് നമ്മളുടെ മേക്കപ്പ് പ്രോഡക്ട്സും ഗ്രൂമിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബാഗാണ്. അതും ഈ പറഞ്ഞ പോലെ ഒരു ബ്ലൂ കളറാണ്. നമ്മുടെ എല്ലാം തന്നെ ബ്ലൂ ആൻഡ് ഓറഞ്ച് യൂണിഫോം ആണെന്നുണ്ടെങ്കിലും ബ്ലൂ ആൻഡ് ഓറഞ്ച് ആ ഒരു തീമിലാണ് വരുന്നത്. സോ ഇതിലിതാ ഫ്ലൈ ദുബായ് എന്നൊക്കെ എഴുതിയിരിക്കുന്നുണ്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു മേക്കപ്പ് ബോക്സ് എന്ന് പറയാൻ പറ്റില്ല. നമ്മളുടെ ഒരു ഹാൻഡ് ബാഗോ അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു മാഗ്നറ്റ് വെച്ചിട്ടുള്ളതാണ്. നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ എത്ര ഐ തിങ്ക് ഒരു 2 സിബ് ഉണ്ട്. പക്ഷെ ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വെക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കുഞ്ഞി കട്ടിങ്സ് പോലെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഓരോന്നും ഐഷാഡോ ബ്രഷസ് ഒക്കെ കീപ്പ് ചെയ്യാനായിട്ട് ഭയങ്കര സുഖമാണ്. പിന്നെ ഇത് ഇതിൻ്റെ അകത്ത് നമ്മളുടെ യൂണിഫോമിൻ്റെ പാറ്റേൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് വേണം എപ്പോഴും സൂക്ഷിക്കാൻ. അതെല്ലാം നമുക്ക് മാൻഡറ്ററി ആയിട്ടും കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതുപോലെ മാൻഡറ്ററി ആയിട്ടും അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഗൈഡ് ലൈൻസിലുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ വേണമെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ അത് ഓരോ എയർലൈൻസ് ടു എയർലൈൻ ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള 2 സാധനങ്ങളാണ് ഇപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്തത്. ഇനി നമുക്ക് യൂണിഫോമിലേക്ക് കിടക്കാം. സോ യെസ്, ഇത് ബ്ലേസറാണ്. നമുക്ക് നമ്മുടെ യൂണിഫോമിലെ ഒരു എൻ്റെ മൈക്ക് ചെറുതായിട്ടൊന്ന് ഓഫായി പോയായിരുന്നു. ഈ കാര്യം ഞാൻ അറിഞ്ഞതുമില്ല. അപ്പം ഞാൻ ഈ ഫുൾ വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ ഇങ്ങനെ മൈക്കിന് സൗണ്ട് ഇല്ലാത്തതായിട്ട് കണ്ടത്. ഇനി എനിക്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ വെച്ച് വോയിസ് ഓവർ ചെയ്യാന്ന്. സോ ഫസ്റ്റ് കണ്ടതായിരുന്നു ബ്ലേസർ എന്ന് വെച്ചാൽ നമുക്ക് മറ്റേ ഒരു കോട്ടൊക്കെ പോലെ പുറത്തെടുത്തില്ല ആ സംഭവം. അപ്പം അതായത് കാർഡിയൻ ആണ്. അതായത് ഈ ക്രൂസിനൊക്കെയാണ് ഇത് കൂടുതലും യൂസ് ആയിട്ടുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം വിന്റർ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതകത്തിട്ടതിന് ശേഷമാണ് ആ ബ്ലേസർ പുറത്താണ് ഇടേണ്ടത്. അല്ലാതെ ഇത് പുറത്തായിട്ട് നടക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് ഓഫീസിലുള്ള വർക്ക് ആയതുകൊണ്ട് വലിയ അതിൻ്റെ ഒരു യൂസ് വരുന്നില്ല. പക്ഷെ ഓഫീസിൽ ഫുൾ ടൈം യൂസ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നടക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇടാം. പിന്നെ ഇത് നമുക്ക് ട്രൗസേഴ്സ് ആണ്. എല്ലാം നമുക്ക് 2 പെയേഴ്സ് വെച്ച് വരുന്നുണ്ട്. ഇതൊക്കെ റിപ്ലേസ്മെന്റ് നമുക്കൊരു 1 ഇയറിലാണ്. ചില ഐറ്റംസ് 1 ഇയറിലും
ചിലതൊക്കെ 2 ഇയേഴ്സും കഴിഞ്ഞിട്ടാണ് റീപ്ലേസ്മെന്റ് വരുന്നത്. ബാഗ് ഒക്കെ ടു ഇയേഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് റീപ്ലേസ്മെന്റ് ഉണ്ടാവുള്ളൂ. ബാക്കി യൂണിഫോമിന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ 1 ഇയറിൽ തന്നെ നമുക്ക് റീപ്ലേസ്മെന്റ് കിട്ടും കേട്ടോ. പിന്നെ ട്രൗസേഴ്സും ഉണ്ട്, നമുക്ക് അതുപോലെ തന്നെ സ്കേർട്ടും ഉണ്ട്. സോ ട്രൗസേഴ്സ് നമുക്കിപ്പോൾ കിട്ടിയതല്ലേ ഉള്ളൂ, അത് കാരണം അത് ഫ്രീ സൈസ് ആയിരിക്കും. എന്ന് വെച്ചാൽ വേസ്റ്റ് ഒക്കെ കറക്റ്റ് ആണ്, ലെങ്ത് നമ്മളൊന്ന് കൊണ്ടുപോയിട്ട് സ്റ്റിച്ച് ചെയ്യണം. പിന്നെ സ്കേർട്ട് ഇതാണ്, നമുക്കൊരു നീ ലെങ്ത് വരുന്ന ഒരു സ്കേർട്ടാണ് ഉണ്ടാവുക. അത് നമുക്ക് 2 പെയർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളുടെ ടോപ്പാണ്. ഇത് നമുക്ക് ഈ സെയിം ഡോട്ട് ആയിരിക്കും എല്ലാത്തിനും. അങ്ങനെ ഒരു 4 ഷെയ്ഡ് വരുന്നുണ്ട്. 4 ബ്ലൂ ആൻഡ് ഓറഞ്ച് അങ്ങനത്തെ ഷെയ്ഡാണ് വരിക. പൊതുവെ യൂണിഫോം ഒക്കെ കിട്ടാനായിട്ട് ആരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കില്ല. എനിക്ക് തോന്നുന്നു കുറച്ച് ചില മേഖലകളിൽ മാത്രമായിരിക്കും യൂണിഫോം ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാം. അതുപോലൊരു ഇൻഡസ്ട്രിയാണ് ഏവിയേഷൻ എന്ന് പറയുന്നത്. കാര്യം ആ ഒരു യൂണിഫോമിന്റെ ഒരു പവർ ആൻഡ് അത് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു കൊതി എന്നൊക്കെ പറയുന്നത് ഇച്ചിരി വേറെ തന്നെയാണ്. സോ ഞാനങ്ങനെ വെയിറ്റ് ചെയ്ത് ഇത് കിട്ടിയപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കര സന്തോഷമായിരുന്നു. ഏകദേശം ഒരു 6 മന്ത് എടുത്തു ഞങ്ങളുടെ യൂണിഫോം കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ വന്നു കഴിഞ്ഞപ്പം ഭയങ്കര സന്തോഷമായി. ഇനിയിപ്പോൾ ഇതൊന്ന് ഇട്ട് കുറച്ച് വീഡിയോ ഫോട്ടോസൊക്കെ ഒന്ന് എടുക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ 4 കളർ വരുന്നത്. പിന്നെ ഇത് നമ്മുടെ സ്കാർഫാണ്. നോർമലി കഴുത്തിലൊക്കെ കെട്ടത്തില്ലേ, ഞാൻ ആക്ച്വലി നമ്മുടെ യൂണിഫോം എങ്ങനെയാണെന്നുള്ളത് സൈഡിൽ ഒന്ന് കൊടുത്തേക്കാം. ആക്ച്വലി ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു റിസർവേഷൻ ഓഫീസർ ആയിട്ടാണ് ഫ്ലൈ ദുബായ് എയർലൈൻസിന്റെ. നമുക്കും പക്ഷെ ക്രൂവിന്റെ സെയിം യൂണിഫോം ആണ് എല്ലാം. നമുക്ക് ഗ്രൂമിങ് എല്ലാം ആ ഒരു സെയിം ഫോർമാറ്റ് അല്ലെങ്കിൽ ആ ഒരു സെയിം റൂള് തന്നെ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം എല്ലാത്തിലും മേക്കപ്പ് ആണെങ്കിലും ആക്സസറീസ് ആണെങ്കിലും അങ്ങനെ എല്ലാം നമ്മളും അവരുടെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. എയർലൈൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജോബിനെ കുറിച്ച് കൂടുതൽ അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അപ്പോൾ വേറെ ഒന്നും ഈ വീഡിയോ പറയാനില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.